ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദാ ഇന്ന സമയത്ത് ഇന്നതുപോലൊരു സാധനമുണ്ട്, അതിൽ പരാതി ഉണ്ടെങ്കിൽ അത് കേസെടുക്കണമായിരുന്നു. ഇതേപോലെ സമാനമായിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുമുണ്ട്, കേസെടുക്കണമായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത പരിപാടി എന്താ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്ടിയിലുമുള്ള ആൾക്കാരോട് വാക്കാൽ പരാമർശിച്ചിട്ട് അങ്ങനെ വിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നരേന്ദ്രമോദിക്കെതിരെ അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞു. നരേന്ദ്രമോദിയോട് പറയുന്നത് നിങ്ങൾ വിചാരം നരേന്ദ്രമോദി പറഞ്ഞോ? നിങ്ങൾക്ക് ഇതിന്റെ ചട്ടം ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തേ. ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായി എന്റെ സുഹൃത്തെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോടാ ഇന്ററാക്ട് ചെയ്യുന്നേ? പാർട്ടികളോടായിരിക്കാം. തെരഞ്ഞെടുപ്പ് പാർട്ടികളോടായിരിക്കാം. ഒന്ന് കൂട്ടും. പാർട്ടിക്ക് ശാസന കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? പാർട്ടിക്ക് ശാസന കൊടുക്കുന്നു. രാഹുൽ ഗാന്ധിക്കാണോ കൊടുക്കുന്നത്, കോൺഗ്രസിനാണോ കൊടുക്കുന്നത്? പറയും. ബിജെപിക്ക് ശാസന. രാഹുൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുമ്പോൾ അതിലേക്ക് വരും. ഇതിന് മറുപടി പറയൂ. രാഹുൽ ഗാന്ധിക്കാണോ കൊടുക്കുന്നത്, കോൺഗ്രസിനാണോ? രാഹുൽ ഗാന്ധിക്കും ശാസന കൊടുക്കാം. രാഹുൽ ഗാന്ധിക്കാണോ കോൺഗ്രസിനാണോ? കോൺഗ്രസിനായിരിക്കാം കൊടുക്കുന്നത്. കോൺഗ്രസിന്. ബിജെപിക്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ പറയുന്നുണ്ടോ? ബിജെപിക്ക് ഞാനൊരു നരേന്ദ്രമോദി ചോദിക്കട്ടെ, ചങ്ങാതി ഉരുളരുത്. ഷാഹുൽ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ അഡ്വൈസ് അല്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ പിൻവശവും മുൻവശവും ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ എനിക്കൊരു 4ാം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയേണ്ടി വരും. അതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എന്റെ സമയവും നിങ്ങളുടെ സമയവും വേസ്റ്റ് ആണ്. ഇത് കാണുന്നവരുടെ സമയം ലോക വേസ്റ്റ് ആവും. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് ബ്ലാങ്കറ്റ് നടപടി എന്ന രീതിയിലത്തേക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ എടുക്കൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾക്ക് BJP വാൺ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കൂ. നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഈ ക്യാമറയിൽ നോക്കി പറയൂ. ചലഞ്ചാണ്. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കക്ഷികളോടും. രാഹുൽ, നിങ്ങളുടെ ഒറിജിനൽ വാദത്തിൽ നിങ്ങൾ നിൽക്കാത്തത് അല്ല. ഞാൻ അത് പറയട്ടെ, മറുപടി പറയാൻ ചോദിക്കും. അതായത് BJP ബാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എന്റെ രണ്ടാമത്തെ സെക്കൻഡറിയാണ്. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ 150 കോടി ജന, എനിക്ക് തോന്നുന്നത് ഈ 35% 40% വോട്ടിലാണ് BJP അധികാരത്തിൽ വരുന്നത്. എന്നിട്ടും 60% ഇപ്പോഴും BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുള്ള ഈ രാജ്യത്ത് പറയട്ടെ, ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാൻ ഞാൻ പറഞ്ഞുതരും. അല്ല, ഇത് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അനുവദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, എല്ലാവരുടെയും പ്രധാനമന്ത്രിയായി വർഗീയ വിദ്വേഷ പ്രചരണം നടത്താൻ വേണ്ടി നമ്മുടെ തിരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നാവ് ഉപയോഗിക്കുമ്പോൾ ആ നാവ് മിണ്ടാട്ടം അനുവദിക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല? അത് നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ സിദ്ധാന്തത്തിന് ചേർന്നതല്ല എന്ന് പറയാനുള്ള ആ ശേഷി എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചപുച്ഛം അടക്കി BJPയുടെയും നരേന്ദ്രമോദിയുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നാണോ? കഴിഞ്ഞോ? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? കഴിഞ്ഞോ? ഞാൻ പറയട്ടെ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഇതേപോലെ തീർച്ചയായും. നിങ്ങൾ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ പറയുന്ന ബ്ലണ്ടറുകളെ കൂടി തിരുത്തേണ്ടി വരുന്ന അവസ്ഥ എനിക്കുണ്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യുന്ന പ്രശ്നം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കെതിരെയാണ് നോട്ടീസ് അയക്കുന്നത് എന്നതിനെ പറ്റി പോലും നിങ്ങൾക്ക് ധാരണയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. പാർട്ടിക്കെതിരെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് നോട്ടീസ് അയച്ചതിനെ കുറിച്ച് വാർത്തകൾ വന്നതിനെ പറ്റി എന്റെ ചങ്ങാതി ഒരു കാര്യം പറയുന്ന എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ മോഡി പ്രസംഗിച്ചതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വിവരക്കേട് പറയല്ലേ? മലയാള മനോരമ ഷാഹുലെ വിവരക്കേട് പറയല്ലേ? ഷാഹുലെ, എന്റെ ഷാഹുലെ വിവരക്കേട് പറയരുത്. ഷാഹുൽ വിവരക്കേട് പറയരുത്. ഷാഹുലിനോടുള്ള എന്റെ റിക്വസ്റ്റ് ആണ്, വിവരക്കേട് പറയരുത്. നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന തീയതി ഒന്നും ഞാൻ ഓർമ്മയില്ല. പക്ഷേ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചതെന്ന് ഞാൻ ഓർത്തിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്ത് വാദം? അതിനെന്ത് സിഗ്നിഫിക്കൻസാണ് ഉള്ളത്? ഞാൻ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? ആ കാര്യത്തിനെ പറ്റി നിങ്ങൾക്കൊന്നാമത് ധാരണയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ പറയുന്നത് BJPക്ക് നോട്ടീസ് അയച്ചില്ല എന്നാണ്. നോട്ടീസ് അയച്ചു. എത്ര നാൾ കഴിഞ്ഞ്, എത്രത്തോളം വിവാദമായതിനു ശേഷം? പരാതി അവർക്ക് ചെല്ലുന്ന സമയത്താണ് എന്റെ ചേട്ടാ ഇത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വന്ന് 10, 15, 2, 3 ആഴ്ചയ്ക്ക് ശേഷമാണ് നോട്ടീസ് അയച്ചെന്ന് ഞാൻ പറഞ്ഞാൽ, കോൺഗ്രസിന്റെ ആണെങ്കിലോ നിമിഷ നേരം കൊണ്ട് നോട്ടീസ് അയച്ചു. 3 സെക്കൻഡോ? 3 സെക്കൻഡ് എന്നല്ല, 2 ദിവസം കൊണ്ട് ചെയ്യുന്നതും 25 ദിവസം കൊണ്ട് ചെയ്യുന്നതും വ്യത്യാസമില്ല. എന്റെ ചേട്ടാ, നിങ്ങൾ കണക്കെടുത്ത് വെക്കുന്നേ. അതിനെയാണ് പറയുന്നത്, ഒരിടത്ത് അസംഷന് മറുപടിയില്ല. നിങ്ങൾക്ക് അറിയത്തില്ല കോൺഗ്രസിന് അയച്ചത് എപ്പോഴാണെന്നും BJPക്ക് അയച്ചത് എത്രയാണെന്നും നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. നിങ്ങൾ എന്തിനു വെറുതെ തർക്കിക്കുന്നത്? പക്ഷേ ദിവസങ്ങൾ നടക്കൂല ഷാഹുലെ.